Praise the Lord. Hallelujah. Praise the Lord. Hallelujah. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. So stand up in the presence of God. ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ പാടി സ്തുതിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ ഞങ്ങൾക്ക് പുത്രൻ്റെ ആത്മാവിനെ തന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ജയം തന്ന ദൈവത്തിന് പാട്ട് പാടി മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ ഞങ്ങളുടെ നാവുകൾക്ക് ബലം കൽപ്പിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള പാപം ശാപവും എല്ലാം തീർക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവിനെ ആരാധിക്കുവാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Jaya Jaya Jaya
യേശുനാഥൻ ജീവിക്കുന്നത് കൊണ്ട് എപ്പോഴും ആ ജയഗീതം പാടി ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടേണ്ടതിന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽക്കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ പാറയും എന്ന് പറയുന്നു. ആ ദൈവത്തിൽ മറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കുവാൻ കൊണ്ട് കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കാം. ഹല്ലേലൂയ.
വന്നാലും ഭയമില്ല. കർത്താവേ, നീ എന്നോട് കൂടെയുണ്ടല്ലോ. ഹല്ലേലൂയ. ആ കർത്താവിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തെ ആരാധിക്കുവാൻ, ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. ദൈവം തന്ന അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രതികൂലത്തിന്റെ നടുവിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു സമുദ്രം എൻ്റെ നേരെ ഇളകി വന്നാലും എനിക്ക് ഭയമില്ല. എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കൈവിടുകയില്ല, എന്നെ ഉപേക്ഷിക്കുകയില്ല. എല്ലാ നാളും എന്നോട് കൂടെയിരിക്കുമെന്ന് വാക്ക് പറഞ്ഞ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങ് ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് മഹത്വം കരയറ്റുന്നു. കോട്ടയായി, കാവലായി, അത്യുന്നതനായ ദൈവം ഞങ്ങളോട് കൂടെയുള്ളത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. പൂർണ്ണമായി ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കനത്തിലൊരു പ്രൈസ് ദി ലോർഡ് ആരാണ്ട് പറഞ്ഞു. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച കാര്യങ്ങൾ എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ച വളരെ ആൾ കുറവായിരുന്നെന്ന് തോന്നുന്നു അല്ലേ? ലാസറിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയുമായിരുന്നു. അതായത് പറഞ്ഞത് ഒന്നുമല്ല, ഈ മത്തായിയുടെ സുവിശേഷം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് കർത്താവായ യേശു ചെയ്ത പല കാര്യങ്ങളും റിസ്റ്റോറേഷൻ വർക്കിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി വീണ്ടും നമ്മൾ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ കർത്താവ് ചെയ്ത പ്രവൃത്തിയിൽ എന്താണ്ട് കുറവ് വന്നത് നമ്മൾ പിന്നെ ചെയ്യുന്നതായിട്ട് വരും. അപ്പം അവിടെ ചെയ്ത അതെല്ലാം അതുപോലെ നമ്മളും കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്നെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഇത് പറഞ്ഞതാണ്. നമുക്കൊരു നമ്മുടെ ഇമാജിനേഷൻ യൂസ് ചെയ്യുക. നിങ്ങളൊരു ബോട്ടിൽ വെള്ളത്തിൻ്റെ നടുക്ക് ബോട്ടിൽ കിടക്കുകയാണ്. ബോട്ടിൽ കിടക്കുമ്പോൾ ബോട്ടിൻ്റെ ഓട്ട വീണിട്ട് അത് താഴോട്ട് വീണുകൊണ്ടിരിക്കുക, അത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ട്. അതാണ് ഈ ലോകം മുഴുവൻ, മാനവരാശി മൊത്തം തകർന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യാശയ്ക്ക് വകയില്ലാത്ത, എന്താ പറയുന്നത്, നിത്യനരകത്തിലേക്ക്, മരണത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതാണ് ആ ബോട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം മറ്റൊരു ബോട്ട് വന്നു. അതാണ് റെസ്ക്യൂ ബോട്ട് എന്ന് പറയുന്നത്. നമ്മളെ രക്ഷിക്കുവാൻ, അവൻ തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിപ്പോണ്ട് അവനെ യേശു എന്ന് പേരിടണം. അപ്പം ആ ബോട്ട് വന്നപ്പോഴത്തേനും ഇമാജിൻ ദിസ്, നമ്മളെ പിടിച്ച് ആ ബോട്ടിൽ നിന്ന് ഈ ബോട്ടിലോട്ട് കയറ്റി. ബോട്ടിലോട്ട് കയറ്റിയിട്ട് ആ ബോട്ടിൽ നിർത്തി ബേസിക് സ്വിമ്മിങ് ലെസൺസൊക്കെ പഠിപ്പിച്ചു. എന്നിട്ട് പിടിച്ച് വെള്ളത്തിലോട്ട് ഇടുവോ? അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് ചോദിക്കേ, അങ്ങനെയുള്ള ഒരവസ്ഥയെക്കുറിച്ച്. ആ ബോട്ടിൽ ബേസിക് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അവിടെ നിന്ന് കുറച്ച് നേരം കൂടെ പഠിച്ചിട്ട് വീണ്ടും വെള്ളത്തിലോട്ട് എടുത്ത് ചാടുക. എന്നിട്ട് നീന്തി എവിടെ എത്തണം? കരയിലെത്തണം. അനേക ആൾക്കാർ ക്രിസ്തീയ ജീവിതം വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഞാനിപ്പോൾ പറയുന്ന രീതിയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ടത്തരവാ, ഫൂളിഷ്നെസ് ആണ്. നോബഡി ഡസ് ദാറ്റ്. അങ്ങനെ ആരും ചെയ്യത്തില്ലെന്ന് പറയും അല്ലേ? പക്ഷേ നമ്മൾ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പലപ്പോഴും. അതായത് കർത്താവ് നമ്മളെ രക്ഷിച്ചു, ഇനി നമ്മളെന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടാനായിട്ട് നമ്മൾ നമ്മുടെ പ്രവൃത്തി, നമ്മുടെ തുടങ്ങണം, നമ്മുടെ നീന്തൽ തുടങ്ങണം. നമ്മുടെ പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കർത്താവ് പറയുന്നുണ്ട്, നമ്മുടെ പ്രവൃത്തി അവൻ അയച്ചവനിൽ വിശ്വസിക്കുകയത്രേ. ഇതാണ് ദൈവം പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോട്ടിനകത്ത് തന്നെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രവൃത്തി. ആ ബോട്ടിനകത്ത് നിന്ന് ഇറങ്ങി ചാടാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പ്രവൃത്തി. അതാണ് ക്രിസ്തുവിൽ വസിക്കുക, ദൈവരാജ്യത്തിൽ വസിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ സെയിം മീനിങ് ആണ്. ആ സിംബോളിസത്തിൽ കൂടെ ഞാൻ ഷെയർ ചെയ്തത്. സ്റ്റേ ഇൻ ദ ബോട്ട്. അതിന് പുറത്ത് പോയി ചാടിയിട്ട് ദൈവം എന്നെ രക്ഷിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഗുണമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ.
ഇനി അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കുവാണ്. ഈ ക്രിസ്തുവിൽ ആ ബോട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി മനസ്സിലായി. ക്രിസ്തുവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തോ അതിൻ്റെ മീനിങ്? ഞാൻ ചോദിക്കട്ടെ, ബോട്ട് നിങ്ങൾ പണിതാണോ? ബോട്ട് നിങ്ങൾ പണിതല്ല. ബോട്ടിൽ നിങ്ങളെ കയറ്റിയതാരാ? കർത്താവ് യേശുവാണ് കയറ്റിയത്, അല്ലേ? ആ ബോട്ടാണ് കർത്താവ് യേശുവിൻ്റെ അതിർവരമ്പെന്ന് പറയുന്നത്, അല്ലേ? അതിനകത്ത് നിൽക്കുക എന്നുള്ളതാണ് മീനിങ്. ക്രിസ്തുവിൽ നിൽക്കുക, ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ നിൽക്കുക. ക്രിസ്തു പണിത ബോട്ടത്, ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ നിൽക്കുക. ഏനോ ലോകം മുഴുവൻ ഒരിക്കൽ ഇതിനു മുമ്പ് നശിച്ച ഒരു സംഭവം ബൈബിളിനകത്തുണ്ട്. ആർക്ക് പറയാതെ? വെള്ളപ്പൊക്കം, പ്രളയം, അല്ലേ? പ്രളയത്തിൽ നശിച്ചു. ആ പ്രളയത്തിൽ നശിച്ച സമയത്ത് പെട്ടകം ആര് പണിതു? നോഹ പണിതു. നമ്മൾ ഇനി ഒരു പെട്ടകം പണിയേണ്ട ആവശ്യമുണ്ടോ? അതോ ആ പെട്ടകം ക്രിസ്തു, അല്ലേ? ആ പെട്ടകം ക്രിസ്തുവിനൊരു നിഴലാണ്. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് പറഞ്ഞാൽ 8 പേർ അവർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു എന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ആ പെട്ടകം എന്ന് പറയുന്നത് കർത്താവിന് നിഴലായിട്ട് നിൽക്കുവാണ്, അല്ലേ? ഈ 8 പേരുടെ ജോലി, പെട്ടകം പണിത് തീർന്ന ശേഷം അവരുടെ ജോലി എന്തുമായിരുന്നു? പെട്ടകത്തിനകത്ത് കയറുക. നശിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടകത്തിനകത്തുനിന്ന് പുറത്തിറങ്ങരുത്, അത്രയല്ലേ ഉള്ളൂ. പെട്ടകത്തിനകത്ത് ആഹാരം കഴിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക് ഫീഡറൊന്നുമില്ല, ആഹാരം കഴിക്കണം, അല്ലേ? ഇനി ഞാൻ വേറൊരു മനസ്സിലാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഉദാഹരണം. അതായത് നമ്മളെല്ലാവരും ആഹാരം കഴിക്കുന്ന ആൾക്കാരാണല്ലോ. നമുക്കെല്ലാവരും ആഹാരം കഴിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫുഡ് ഉണ്ടാകത്തില്ല, ഫുഡിന് വേണ്ടി പ്രവർത്തിക്കണം. പഴയ നിയമം കൈൻഡ് ഓഫ് അതാണ്. ഫുഡ് നമുക്ക് ഇല്ല, നമ്മൾ ഫുഡിന് വേണ്ടി എന്ത് ചെയ്യണം? ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവം പറയണത് ചെയ്യണം, അപ്പോഴാണ് ഫുഡ് കിട്ടുന്നത്, അല്ലേ? ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നടപടി എന്തുവാ? പഴയ നിയമത്തിൽ ഇപ്പം എൻ്റെ മുമ്പിൽ ഒരു പ്ലേറ്റ് ഫുഡ് ഇരിക്കുക, അടുത്ത നമ്മുടെ ജോലി എന്തുവാ? അടുത്ത, അല്ലേ? ഇതിങ്ങനെ ഫുഡ് ഇങ്ങനെ വന്നിരിക്കുമ്പോഴത്തേനുണ്ടല്ലോ, ഇങ്ങനെ വാ തുറന്ന ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വായിലോട്ട് പോകത്തില്ല, അല്ലേ? നമ്മൾ കൈകൊണ്ട് ഇതെടുത്തിട്ട് വായിലോട്ട് കഴിക്കണം. ഇതൊരു പ്രക്രിയയാണോ? ഒരു പ്രവൃത്തിയാണോ? പ്രവൃത്തിയാണ്. പഴയ നിയമത്തിൽ അങ്ങനെ ആയിരുന്നു. പുതിയ നിയമത്തിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഫുഡ് പ്രിപ്പയർ ചെയ്ത് തന്നു. വരുവിൻ മക്കളെ വന്ന് കൂട്ടുവീൻ, പാകം ചെയ്തു വെച്ചിരിക്കുന്ന ഇത് ഓൾറെഡി അവിടെ. പ്രവൃത്തിയുണ്ടോ പുതിയ നിയമത്തിലും? ഉണ്ട്. പുതിയ നിയമത്തിൽ ഇങ്ങനെ വാ തുറന്ന ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് കഴിക്കണം. അവിടെയാണ് പ്രവൃത്തിയിലുള്ള സിമിലാരിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ വേണ്ടി ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ പ്രാപിച്ചത് അനുഭവിക്കാനുള്ള ഒരു പ്രവൃത്തിയുണ്ട്. റിസീവ് ചെയ്യുന്നതിനെ ഉപയോഗപ്രദമാക്കുവാനുള്ളൊരു പ്രവൃത്തിയുണ്ട്. അതില്ലാതെ പറ്റത്തില്ല. ഞാൻ പറയുന്നില്ല, അതൊരു എന്തുവാണ് പറയുന്നത്, അത് ഡെയിലി ലൈഫിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് ആഹാരം കഴിക്കുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമല്ലേ? അത് നമുക്ക് ഇനി ആരെങ്കിലും വന്നിട്ട് പറയണോ പ്രവൃത്തി ചെയ്താലേ ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അല്ലേ? പക്ഷേ ജോലി ചെയ്താലേ ആഹാരം വീട്ടിലെത്തുള്ളൂ എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയണം. അതായിരുന്നു പഴയ നിയമം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ പുതിയ നിയമത്തിൽ ക്രിസ്തു സൗജന്യമായി നമ്മുടെ മുമ്പിൽ എത്തിച്ചു തന്നതിനെ അനുഭവിക്കുക എന്ന് പറയുന്നൊരു പ്രവൃത്തിയുണ്ട്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ആ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണം. അപ്പം ദൈവത്തിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി ഒരു പ്രവൃത്തിയിൽ ഇല്ല, ദൈവത്തിൽ നിന്ന് ലഭിച്ചത് എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാകുവാനൊരു പ്രവൃത്തിയുണ്ട്. ഈ രണ്ട് പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. ഏതായി എളുപ്പം? ഫുഡ് വെട്ടിപ്പിടിച്ച് ഓടിപ്പോയി വെട്ടിപ്പിടിച്ച് കൊണ്ടുവന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നതാണോ, അതോ പ്രിപ്പയർ ചെയ്ത് അവിടെ നിന്ന് കഴിക്കുന്നതാണോ ഏറ്റവും പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത്, അല്ലേ? ഇതാണ് കർത്താവ് പറഞ്ഞ എൻ്റെ നുകം ലഘുവാണ്, എൻ്റെ ചുമട് മൃദുവാണ്, എൻ്റെ നുകം ഏറ്റെടുത്തുകൊണ്ട് എന്നിൽ നിന്ന് പഠിപ്പീനെന്ന് പറഞ്ഞതിൻ്റെ കാരണം അത്
ലോകത്തിൻ്റെ നുഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ലോകത്തിൻ്റെ നുഖം പ്രത്യേകിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം ലോകത്തിൻ്റെ നുഖം ഒരു രീതി ചുമക്കുന്ന ആൾക്കാരാണ് അല്ലേ. രാവിലെ എഴുന്നേറ്റ് കണ്ണൊക്കെ പുളിക്കുന്നുണ്ടെങ്കിലും അലാമൊക്കെ വെച്ച് എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നത് എന്തിനാ? അതൊരു നുഖമല്ലേ അല്ലേ. നമുക്ക് റിയലി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ടെങ്കിൽ ഇത് ഓടുമോ? നമുക്ക് ഈ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലെങ്കിൽ നല്ല സത്യസന്ധമായിട്ട് മറുപടി പറ, ആരേലും പോവോ? ഉറപ്പായിട്ട് പോകത്തില്ല അല്ലേ. എന്നാലും എനിക്ക് ജോലി ചെയ്യുന്നത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് അത് ഞാൻ പറഞ്ഞ ആൾക്കാർ കുറവാണ് അല്ലേ. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ജോലി ചെയ്യുന്ന റിട്ടയർ ചെയ്യാൻ വേണ്ടിയാണ്. റിട്ടയർ ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? ജോലി ചെയ്യാനല്ല, റെസ്റ്റ് ചെയ്യാനായിട്ടാണ് അല്ലേ. അപ്പം ലോകത്തിൻ്റെ നുഖം അതാണ്. അപ്പം അതുപോലെയല്ല ദൈവത്തിൻ്റെ നുഖമെന്ന് കർത്താവ് പഠിപ്പിക്കുക നമ്മളെ അടുത്ത്. ഒരു ഡിഫറെൻ്റ് രാജ്യമാണ് അല്ലേ. അപ്പം ഒരു കൺസെപ്റ്റ് ഡിഫറെൻ്റാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളെന്താ വെച്ചാൽ അറിയാമോ, ലോകരാജ്യം തന്നെ ദൈവരാജ്യത്തിൽ അപ്ലൈ ചെയ്യും. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് സമയത്തിനോട് ചോദിക്കായിരുന്നു, എന്തുവായിരുന്നു ആ കാളക്കുട്ടി? അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ മക്കൾ ആരാധിക്കാനായിട്ട് അവരുണ്ടാക്കിയെടുത്ത കാളക്കുട്ടി എന്തായിരുന്നു? ഈ കാളക്കുട്ടി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ജീവിതത്തിൽ അവർ കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതും ഗ്രഹിച്ചതുമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് ഈ കാളക്കുട്ടി എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ പോയി നോക്കുവാണെങ്കിൽ നമ്മുടെ കത്തോലിക്ക, യാക്കോബ അതുപോലുള്ള ഇവരെല്ലാം അവർക്ക് ഒത്തിരി കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞില്ലേ മറ്റേ ഈ കൊടിമരം, റാസയോ ഏതാണ്ടൊക്കെ കുറേ, എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല കുറേ കാര്യങ്ങൾ അല്ലേ. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാ? അവരായിരുന്ന സ്ഥലത്ത് കണ്ട ഹൈന്ദവ ആചാരങ്ങളിൽ നിന്ന് കടമെടുത്തതാണ് അല്ലേ. പുടവ കൊടുപ്പ്, താലികെട്ട്, ഇതെല്ലാം എവിടെ നിന്ന് എടുത്തതാ? എല്ലാം എടുത്തതാ അല്ലേ. അപ്പം അത് ദൈവവചനം നമ്മൾ വായിക്കുന്നില്ലെങ്കിൽ നമ്മൾ എവിടുന്നെങ്കിലുമൊക്കെ കടമെടുത്തിരിക്കും. ഇപ്പം നമ്മൾ അവർ താലി അല്ല പുടവ അല്ലെങ്കിൽ മറ്റേത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ കാണുമ്പോഴത്തേനുണ്ടല്ലോ ഏതാണ്ട് നികൃഷ്ട ജീവികളെ കാണുന്ന പോലെ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് അല്ലേ. പക്ഷെ നമ്മളെ അതേ കാറ്റഗറി തന്നെയാണ്. പക്ഷെ നമ്മൾ ഫിസിക്കലി ചിലപ്പോൾ ഒന്നും എടുക്കുന്നില്ലായിരിക്കും, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കുറേ കാര്യങ്ങൾ എടുക്കുന്നുണ്ട് ഇല്ലേ. നമ്മുടെ ചിന്താഗതിയിൽ എവിടുന്ന് കടമെടുത്തതാ പലതും. വചനത്തിൽ നിന്ന് വായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എവിടുന്നെങ്കിലും കടമെടുത്തായിരിക്കും. അവിടെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനായിട്ടൊരു കാളക്കുട്ടി നിൽക്കുവാണെങ്കിൽ ഇന്നും നമ്മുടെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ്, കാഴ്ചപ്പാട് വചനത്തിൽ നിന്ന് കിട്ടിയതല്ലെങ്കിൽ എവിടുന്നെങ്കിലും കിട്ടിയതായിരിക്കും. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ ലൈഫിൽ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്നത് ദൈവവചനത്തിൽ കൂടെ തന്നെ നമ്മുടെ ദൈവത്തെ തിരിച്ചറിയുക എന്നുള്ളത്. ശമൂവേലിൻ്റെ പുസ്തകത്തിനകത്ത് ഇങ്ങനൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ശമൂവേൽ അന്ന് വരെ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല, കാരണം ദൈവത്തിൻ്റെ വചനം അവന് വെളിപ്പെട്ടിട്ടുമില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ മാത്രമേ ദൈവത്തെ ഒരാൾക്ക് അറിയുവാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയതേ നമുക്കറിയാൻ പറ്റുള്ളൂ. ആ വെളിപ്പെടുത്തിയതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനം അറിയാത്തവരാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും കൊണ്ട് ഫില്ല് ചെയ്യും. അത് മിക്കവാറും നമ്മൾ കണ്ടതും കേട്ടതും അറിയാവുന്നതായിട്ട് നമ്മൾ ഒരിക്കലും വോയിഡായിട്ട് ഇടത്തില്ല, ഒഴിച്ചിടത്തില്ല. നമ്മൾ ഒരിക്കലും അവിടെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നിറയ്ക്കും. പക്ഷെ എവിടുന്ന് കൊണ്ട് നിറച്ചു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ചിലപ്പോൾ നമ്മൾ കേട്ട് പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ആൾക്കാർ ആരാധിക്കുന്നത് കണ്ടു പഠിച്ചതായിരിക്കും, കേട്ട് പഠിച്ചതായിരിക്കും. പക്ഷെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഫില്ല് ചെയ്യും. പക്ഷെ എന്തെങ്കിലും കൊണ്ട് ഫില്ല് ചെയ്യല്ല, ദൈവവചനം കൊണ്ട് ഫില്ല് ചെയ്യണം. പൂരിപ്പിക്കപ്പെടാതെ കിടക്കുന്നതായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവവചനത്തിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തെ കൊണ്ട് നിറയ്ക്കണം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് കറക്റ്റായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് വേറെ മാർഗ്ഗമില്ല. ഈ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സില്ല. പ്രോസസ്സ് സിമ്പിളാണ്. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക, പഠിക്കുക, അതാണ് ഏറ്റവും സിമ്പിൾ. കാരണം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുതെന്ന് പറയുന്നത് ഒന്നാമത്തെ കൽപ്പനയാണ് അല്ലേ. ഒന്നാമത്തെ കൽപ്പന തന്നെയാണ് നമ്മൾ പലപ്പോഴും എങ്ങനെ ചെയ്യുന്നത്, നമ്മൾ അറിവ് കൂടാതെ ലംഘിക്കുന്നത്. കാരണം ദൈവം തന്നെ ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ എന്ത് പറയുന്നു അതാണ് ഞാൻ എന്നതിൻ്റെ മീനിങ്. ആ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട ആ ദൈവത്തെ
താൻ പറയാത്ത ഒന്നാക്കി മാറ്റുമ്പോൾ, അതാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, മൃഗജാതി, ഇഴജന്തു, അല്ലെങ്കിൽ കല്ല്, മരം, ഇതുപോലുള്ള അതിൻ്റെ രൂപങ്ങളാക്കി മാറ്റിയപ്പോൾ മറ്റൊരു ദൈവത്തെ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു അല്ലേ. ഇന്ന് നമ്മൾ കല്ലും അതൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഒരു റോങ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ദൈവത്തെ ഉണ്ടാക്കിയാലും അത് സംഭവിക്കും. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വ്യക്തതയോടുകൂടി ഉണ്ടായിരിക്കണം. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ദൈവം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ദൈവമല്ല, ഒരു വളരെ സിമ്പിളായിട്ടുള്ള ദൈവമാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യം കാണുകയില്ല പറഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് സിമ്പിളായിട്ട്, അല്ലാതെ കുറേ ഈ ബൈബിൾ കോളേജിലൊക്കെ പോയി പഠിച്ചവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു ദൈവമല്ലിത്. ഏതൊരു വ്യക്തിക്കും സിമ്പിളായിരിക്കുന്ന കാര്യങ്ങളിൽ കൂടെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ഓക്കെ, ഞാൻ സാറിനെ എപ്പോഴും പറയാറുണ്ട്, യഥാർത്ഥത്തിൽ ബൈബിൾ കോളേജുകളുടെ ആവശ്യമെന്ന് പറയുന്നത് ഇല്ല. സഭകൾ ചെയ്യേണ്ട ജോലി സഭകൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഉണ്ടായി വന്ന ഒരു സംഭവമാണ് ബൈബിൾ കോളേജ്. ശരിക്കും പറഞ്ഞാൽ വചനം എവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്? നമ്മൾ ഒരുമിച്ചിരുന്നാണ് പഠിക്കേണ്ടത്. ദൈവവചനം പഠിക്കേണ്ടത്. ആ വചനത്തിൻ്റെ ആവശ്യം മതിയോ? അതിൻ്റെ ആവശ്യമുള്ളൂ. ഡിഗ്രിയുടെ വല്ല ആവശ്യമുണ്ടോ? ഒരു ഡിഗ്രിയുടെ ആവശ്യമില്ല. സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ? സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. സർട്ടിഫിക്കറ്റ് കണ്ട ഭൂതം ഓടുവോ? ഇല്ല അല്ലേ. നമ്മുടെ അകത്തറിയാവുന്ന, അത് നമ്മുടെ അകത്തോട്ട് നോക്കുമ്പോൾ അകത്ത് ക്രിസ്തുവിനെ കാണുന്നുണ്ടെങ്കിൽ അവന് പേടി വരും. ശരിയല്ലേ? അപ്പം എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം പഠിക്കുക, അതിനുവേണ്ടി സമയം ചെലവഴിക്കുക. അത് ദിവസം തോറും നമ്മുടെ ജീവിതത്തിലെ ഒരു ആയിട്ട് മാറ്റുക, ഒരു കാര്യമാക്കി, ഒരു ഡെയിലി റുട്ടീനാക്കി മാറ്റുക അല്ലേ. നമ്മൾ നേരത്തെ ഷെയർ ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹാബിറ്റ് ഉണ്ട്. പല്ല് തേക്കുന്നത് ഒരു ഹാബിറ്റാണ് അല്ലേ. അത് എപ്പോഴോ പറഞ്ഞു. ആദ്യമൊന്നും നമുക്ക് വലിയ താല്പര്യമില്ലായിരുന്നു, കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ അടിയൊക്കെ കിട്ടിയിട്ടാണ് തുടങ്ങി കഴിഞ്ഞപ്പോൾ നിർത്താൻ പറ്റുന്നുണ്ടോ? നിർത്താൻ പറ്റുന്നില്ല. കാരണം അത് ജീവിതത്തിൻ്റെ ഭാഗമായി. അതായത് കണ്ണൊക്കെ തിരുമ്മി വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ വന്ന് ബ്രഷയിലോട്ടാണ് പോകുന്നത് അല്ലേ. കാരണം അത് ശീലമായിപ്പോയി. അതുപോലെ കുളിക്കുന്നത് ഒരു ഹാബിറ്റാണ് അല്ലേ. ഇപ്പം ഞങ്ങൾ കർണാടകത്തിലൊക്കെ പോയപ്പോഴത്തേനും നമുക്ക് വീട് തരത്തില്ല. എന്നാണെന്നറിയാം, മലയാളികൾ ഡെയിലി കുളിക്കുമെന്ന്, അതുകൊണ്ട് വീട് തരത്തില്ല, അതുകൊണ്ട് വെള്ളം ഒത്തിരി ചിലവഴിക്കുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഡെയിലി കുളിക്കുന്ന ഒരു ശീലം നമുക്കായതുകൊണ്ട് നമ്മളതങ്ങ് റുട്ടീൻ പോലെ അങ്ങ് പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങ് ചെയ്യുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം എന്ന് പറയുന്നത് പോലെ തന്നെ ഇതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയെടുത്താൽ ഇതൊരു ദിനചര്യയായിട്ട് മാറും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നതും അപ്പം അതൊരു എക്സ്ട്രാ ഓർഡിനറി അല്ല. എത്ര പേര് വന്നിട്ട് സാറിന് ഇങ്ങനെ ചിന്തിച്ചോണേ, എത്ര പേര് വന്നിട്ട് ഇന്ന് ഞാൻ രാവിലെയും വൈകിട്ടും പല്ല് തേച്ചു എന്ന് ആരോടെങ്കിലും സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്നാ, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ ഇന്നലെ 1 മണിക്കൂർ ബൈബിൾ വായിച്ചു. എന്തുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്? ജീവിതത്തിൻ്റെ ഭാഗമല്ല, അതുകൊണ്ടാണ്. അത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് സംഭവിച്ച ഒരു സംഭവമാണ്, ഒരു അതിശയമാണ് അത് അല്ലേ. അതുകൊണ്ടാണ് അത് പറയേണ്ടി വരുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിനചര്യയുടെ ഭാഗമായി മാറുവാണെങ്കിൽ റുട്ടീനാണ്. അത് ഞാൻ ദിവസവും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതിനകത്തൊരു വലിയൊരു അതിശയോക്തിയില്ല. ഇപ്പം നമ്മൾ സാറിന് ഞാൻ പറഞ്ഞില്ലേ, സാക്ഷ്യം പറയുന്നതിനകത്ത് ആ രീതിയിൽ ചിന്തിക്കില്ല. ഞാൻ പറയണത് എപ്പോഴും പോസിറ്റീവ് ഒരു രീതിയിലേ എടുക്കാവേ, പോസിറ്റീവായിട്ട് സംസാരിക്കും. അതായത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രാർത്ഥന കേട്ടു, അത് നമുക്ക് വലിയൊരു സംഭവം പോലെയാണ് അല്ലേ. പക്ഷേങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവമായിട്ട് കാണുന്നത്? കാരണം വല്ലപ്പോഴും അല്ലേ, നമ്മുടെ നാട്ടിലെ പറഞ്ഞാൽ ആണ്ടിനും സംക്രാന്തിക്കുമാണ് ഒരു പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്കൊരു അത്ഭുതമാണ് അത് അല്ലേ. പക്ഷേ ദൈവം എപ്പോഴും പ്രാർത്ഥന കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയാലോ നമുക്കതൊരു അതിശയമല്ല അല്ലേ. കർത്താവായ യേശു ക്രിസ്തു കാറ്റിനെ ശാസിച്ചു, അവിടെയാന്ന് തോന്നുന്നു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് ശാന്തമാകാൻ പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. അപ്പോൾ കർത്താവ് അവരെ ശാസിച്ചു, അത്ഭുതപ്പെട്ടതിന് ശാസിച്ചു. എന്താ കർത്താവ് പറഞ്ഞത്? നിങ്ങൾ കണ്ടതല്ലേ കുറച്ചു മുമ്പ്, നിങ്ങൾ പല കാര്യങ്ങൾ കണ്ടതല്ലേ, പിന്നെന്തിനാ ഇവിടെ വന്നപ്പോഴത്തേനും ഭയങ്കര ഇതൊരു അത്ഭുതം പോലെ തോന്നുന്നത്? ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ലേ എന്നുള്ള രീതിയിൽ. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തൊരു അത്ഭുതമല്ല, ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുന്നു, അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ രോഗിയായിരിക്കുമ്പോൾ എനിക്ക് സൗഖ്യം ലഭിക്കുന്നു, അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല എങ്കിൽ എന്നും ഇത് നമ്മുടെ പുറത്ത് നിൽക്കുന്ന ഒരു സംഭവമായിട്ട് മാറും
നേരത്തെ പറഞ്ഞാലുണ്ടല്ലോ, രാവിലെ എഴുന്നേൽക്കുന്നത്, പല്ല് തേക്കുന്നത്, കുളിക്കുന്നത്, നമ്മുടെ ദിനചര്യകൾ, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ പുറത്ത് നിൽക്കുന്ന ഒരു സംഭവമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മളെ ഡിഫൈൻ ചെയ്യുന്നതാണ് അത്, അല്ലേ? എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഞാൻ എൻ്റെ ദൈവത്തോട് സംസാരിച്ചു, എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചു. ഇതൊരു വല്ലപ്പോഴും നടക്കുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവമല്ലാതെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദിനചര്യയായിട്ട് മാറണം, നമ്മുടെ ലൈഫിലെ ഡെയിലി റുട്ടീനായിട്ട് മാറണം. അങ്ങനെ മാറിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാം? ഇത് നമുക്കൊരു അത്ഭുതമല്ല, ഒരു അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു അപ്പനും മക്കളും എന്നുള്ള ഒരു റിലേഷൻഷിപ്പ്. ഞാൻ എപ്പോഴും ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇവിടെ ചിലരോട് ഷെയർ ചെയ്ത ഒരു കാര്യം ഇങ്ങനെ പറയായിരുന്നു. അതായത് 2004 2005 ഇങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിക്കാനായിട്ട് ഒരു ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന അടുത്ത ദിവസമാണ് ഓർഡൈൻ ചെയ്യുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തലേദിവസം രാത്രി ദൈവം ഒരു കാര്യം സംസാരിച്ചു. ദൈവം എന്നോട് പറഞ്ഞു, വാട്ട് ഈസ് മിനിസ്ട്രി, എന്തുവാണ് കർത്താവിൻ്റെ വേല എന്ന് പറഞ്ഞാൽ. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മൾ ഒരുമിച്ചുള്ള, അതായത് ദൈവവും നമ്മളും തമ്മിൽ ഒരുമിച്ചുള്ള ആ ബന്ധത്തിലുള്ള യാത്രയിൽ നമ്മളിൽ നിന്ന് ഉളവാകുന്നതാണ് കർത്താവിൻ്റെ വേല, അല്ലാതെ നമ്മൾ പ്രത്യേകം ചെയ്യുന്നൊരു കാര്യമല്ല. കാരണം കർത്താവ് യേശുവിൻ്റെ ജീവിതം ഒന്ന് നോക്കിക്കേ. പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നടക്കുക, അല്ലേ? പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നടക്കുമ്പോൾ തന്നിൽ കൂടെ ഒരു ഓർഗാനിക്കായിട്ട് ഉളവാകുന്ന ഒരു കാര്യമായിരുന്നു ആ വേലയെന്ന് പറയുന്നത്. അതൊരു എക്സ്ട്രാ ഫിറ്റിങ് പോലെ ഒരിക്കലും ഫീൽ ചെയ്തില്ല, അല്ലേ? ശരിയല്ലേ? കർത്താവിനെ സംബന്ധിച്ചോളം കർത്താവിൻ്റെ ജീവിതമായിരുന്നു കർത്താവിൻ്റെ മിനിസ്ട്രി എന്ന് പറയുന്നത്, കർത്താവിൻ്റെ വേല. അത് തന്നെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ അവിടെ വെച്ച് പറഞ്ഞല്ലേ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം തൻ്റെ സാക്ഷികളായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സാക്ഷ്യം പറയുവാൻ. ആ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയണമെന്നുണ്ടെങ്കിൽ, ഇല്ലേ, സാറിന് കോടതിയിൽ ഒരാൾ സാക്ഷ്യം പറയാൻ പോവുക. സാക്ഷ്യം പറയാൻ പോകുന്ന ആളിന് ഒരു ക്ലൂ ഇല്ലാതാണോ സാക്ഷ്യം പറയാൻ പോകുന്നത്, അല്ലേ? നമ്മൾ ആ സാക്ഷ്യം പറയാൻ പോകുന്ന ആളെ എങ്ങനെയാണ് സാക്ഷ്യം പറയാൻ പോകുന്നത്? സംഭവത്തെക്കുറിച്ച് തൻ്റെ സൈഡ്, സംഭവത്തെക്കുറിച്ച് തനിക്ക് നല്ല ഐഡിയ ഉണ്ട്, അല്ലേ? അവിടെ ചെന്ന വക്കീൽ തിരിച്ചും മറിച്ചും ഇത് തെറ്റിക്കാനായിട്ടും ഉള്ള രീതിയിലല്ല, ഏത് രീതി ചോദിച്ചാലും കള്ളസാക്ഷിയാണെങ്കിൽ പെട്ടുപോകും. പക്ഷെ ശരിക്കും കണ്ടവനാണെങ്കിലോ, ഇനി ഏത് രീതി തല തിരിച്ച് ചോദിച്ചെന്ന് പറഞ്ഞാലും ശരി, താൻ കണ്ടതാ താൻ പറയുന്നത്, ശരിയാന്നോ? അല്ലേ? അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കൈകൊണ്ട് തൊട്ടതും ആയിരിക്കുന്ന കർത്താവ് യേശുവിനെ ഞങ്ങൾ സാക്ഷീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ കാര്യത്തെ ഞങ്ങൾ അതുപോലെ അങ്ങ് പറയുക, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞങ്ങൾക്ക് അതിനോടൊന്നും ചേർക്കണ്ട, ഞങ്ങൾക്ക് അതിനോടൊന്നും കുറയ്ക്കണ്ട, കണ്ടത് അതുപോലെ അങ്ങ് പറയുന്നു, അത്രേ ഉള്ളൂ. അതാണ് യഥാർത്ഥത്തിലുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്. ദൈവം ആരാ, ആ ദൈവം ആരാന്നുള്ളത് മറ്റുള്ളവരോട് വെളിപ്പെടുത്തുന്നതാണ് സാക്ഷി. ആ ജോലി നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അതെല്ലാ മേഖലയിലും ഉണ്ട്. അത് നമ്മളിപ്പോൾ ഞാൻ പറയാം, നമ്മൾ ജോലിക്ക് പോവുക, എവറി ഡേ നമ്മൾ ജോലിക്ക് പോവുക. ജോലിക്ക് പോകുന്ന സമയത്തും അവിടെ എന്തുവാ, യു മേ ബി എ ഫാർമസിസ്റ്റ്, യു മേ ഡോക്ടർ, യു മേ ബി എ നേഴ്സ്, ഓർ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന ജോലി എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾക്ക് അതിനെക്കാട്ടി മുമ്പ് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഞാൻ ക്രിസ്തുവിൻ്റെ പത്രമാണ്, ഞാൻ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവനാണ്. അപ്പം അതാണ് നമ്മുടെ മുന്നിൽ നിൽക്കേണ്ട ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജോലിക്ക് പോകുമ്പം നമുക്കുണ്ടല്ലോ രാവിലെ എഴുന്നേക്കണം എന്നുള്ള ആ ഒരു ഭാരം മാറും. നേരെ മറിച്ച് എൻ്റെ ദൈവം, സ്വർഗത്തിലെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന ആ നല്ല കാര്യങ്ങളെ, അല്ലെ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ, അല്ലേ? ഈ ഘോഷിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴത്തേനും നമ്മൾ ചിന്തിക്കുക അവിടെ മൈക്കെടുത്ത് വെച്ച് അല്ല, സിമ്പിൾ ഇതിൽ കൂടെ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. സിമ്പിളായിട്ടുള്ള ലൈഫിൽ കൂടെ ഡെയിലി വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളത് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഒരു കരുണയുള്ള വാക്ക് ഒരാളോട് പറയുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്യുക? കാരണം കരുണ, ദയ, ഇതൊക്കെ കർത്താവിൻ്റെ ഗുണങ്ങളാണ്. നമ്മൾ ഒരു സഹായ ആവശ്യത്തിൽ നിൽക്കുന്ന ഒരാളിന് ചെറിയ സഹായം ചെയ്യുമ്പം,
അതാ കർത്താവ് പറഞ്ഞ് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എൻ്റെ നാമത്തിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതും എന്തുവാ? കർത്താവ് പറയാ, നിങ്ങൾ എന്നെ റെപ്രസെൻ്റ് ചെയ്യുക. ദാഹിച്ചിരിക്കുന്നവന് ദാഹശമനിയാണ് എൻ്റെ കർത്താവ് എന്നുള്ളത് പ്രവൃത്തിയിൽ കൂടെ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ കൂടെ വെളിപ്പെടുത്തുക. ആഹാരം കൊടുക്കുമ്പോൾ ഉണ്മാൻ ഇല്ലാത്തവന് ആഹാരം കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ ഉടുക്കാനില്ലാത്തവനൊരു ഉടുക്കാൻ തുണി കൊടുത്തപ്പോൾ, ഇതെല്ലാം നമ്മൾ കൊടുക്കുക. ഇതൊക്കെ നമ്മളുണ്ടല്ലോ നമ്മുടെ എക്സ്ട്രാ ഓർഡിനറി, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്നുള്ളത് മാറിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന ഫോട്ടോ, ഞാൻ അതിനൊന്ന് അവർ ചെയ്തോട്ടെ, ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ചെയ്യാതല്ലല്ലോ ചെയ്യുന്നത്, ചെയ്യുന്നുണ്ടല്ലോ. ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഇല്ലേ? അത് വെച്ച് നോക്കുമ്പോൾ ഫോട്ടോ എടുത്തോട്ടെ, അതിനെന്നെ നമുക്ക് കുഴപ്പം. വീഡിയോ എടുത്തോട്ടെ, കുഴപ്പമില്ല. നാളെ ഫോട്ടോ എടുക്കുമെന്ന് എനിക്കറിഞ്ഞൂടെ. നാളെ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ എന്നോട് ചോദിക്കില്ല, എന്തിനാ ഫോട്ടോ എടുത്തത്, അന്ന് നീ അങ്ങനെ പറഞ്ഞല്ലേ എന്ന് ചോദിക്കൽ. എനിക്കറിഞ്ഞൂടെ, വേറെ ആരെല്ലായിരിക്കും ഫോട്ടോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കുന്നതിലോ എടുക്കാതിരിക്കുന്നതിലോ അല്ല, കൊടുക്കുക എന്നുള്ളതാണ് പരമപ്രാധാന്യം എന്ന് ഞാൻ പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? പേഴ്സണലി ഫോട്ടോ എടുക്കുന്നതിനോട് എനിക്ക് ഇപ്പം താല്പര്യമില്ല. നാളത്തെ കാര്യം നാളെ ഞാൻ പറയാം. കാരണം നാളെ ഞാൻ ദൈവകൃപയിൽ നിന്നാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, ഇത് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ സ്വയത്തിലുള്ള പ്രോബ്ലം എന്നാണെന്നറിയാമോ? നമ്മളെല്ലാ അഹങ്കാരികളും, നമ്മളെല്ലാം സ്വന്തം കാര്യം നോക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുമാണ്. നമ്മുടെ ജഡത്തിൽ അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ, അല്ലേ? ക്രിസ്തുവിൽ നിലനിൽക്കുന്നിടത്തോളം കാലമേ നല്ല ഇത് നമ്മളിൽ നിന്ന് വെളിപ്പെട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് ആ ബോട്ടിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ എൻ്റെ താല്പര്യം. ആ ബോട്ടിലുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് നല്ലത് വരും. ബോട്ടിൽ നിന്ന് പുറത്തിറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തനി സ്വരൂപം പുറത്തു വരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അപ്പം ഞാൻ പറഞ്ഞുണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിൽക്കുന്നവൻ കൃപയാലാണ് നിൽക്കുന്നത്, വീഴാതിരിക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞത്, അല്ലേ? കാരണം ഇന്ന് നിൽക്കുന്ന എന്തിലാണ് നിൽക്കുന്നത്? കൃപയാൽ. നാളെ നിൽക്കണമെങ്കിൽ എന്തിലാണ് നിൽക്കേണ്ടത്? ദൈവത്തിൻ്റെ കൃപയാൽ. ആ കൃപയെ മറന്നിട്ട് ഞാൻ എന്നിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നാളെ വീഴുമോ? നാളെ വീഴാനുള്ള സാധ്യതയുണ്ടല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്നറിയാമോ? നമ്മൾ ആകാവുന്നിടത്തോളം എല്ലാവരോടും സമാധാനം കാംക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഇത് കർത്താവ് നമ്മളോട് പറഞ്ഞതാണ്, അല്ലേ? ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ വെളിപ്പെടുത്തുക. തമ്മിൽ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം മുഴുവൻ അറിയുമെന്ന് പറയുന്നുണ്ട്. അപ്പം നിഷ്കളങ്കമായി, ഇവിടെ തന്നെ നമ്മൾ വായിച്ചൊരു വാക്യമുണ്ടല്ലോ, അതായത് നിഷ്കളങ്കതയോടുകൂടി 1 തിമോത്തി 1:3-5 ഒന്ന് വായിക്കാമോ? 1 തിമോത്തി നോക്കട്ടെ, 1 തിമോത്തി 1:3-5 വരെ. അഞ്ചാം വാക്യം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആജ്ഞയുടെ ഉദ്ദേശം, ഈ കാര്യങ്ങളെല്ലാം അപ്പോസ്തലൻ പൗലോസ് കുറേ കാര്യങ്ങൾ തിമോത്തിയോസിന് പഠിപ്പിച്ചു കൊടുക്കുക. തൻ്റെ ശിഷ്യനാണ്, താൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ദൈവ പൈതലാണ്, അല്ലേ? ആ ഹൃദയം പൊഴിച്ചു കൊടുക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഞാനിതെല്ലാം നിന്നോട് പറയുന്നതിൻ്റെ പുറകുള്ള ഉദ്ദേശം എന്താണെന്നറിയാവോ? ശുദ്ധ ഹൃദയം, ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുക. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, ഒരു മോട്ടീവില്ലാതെ ചെയ്യുക. നമ്മളവിടെ മദർ തെരേസയുടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടില്ലേ, നമ്മൾ ഇറങ്ങുമ്പോൾ സമയത്തൊന്ന് വായിച്ചു നോക്കണം. എന്നെ ഒത്തിരി, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പറയില്ല, പക്ഷേ എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്ത കുറേ കാര്യങ്ങളാണ് അതെല്ലാം. അറിയാം, നമ്മളെ നിലനിർത്തുന്ന അതാണ്. കാരണം എന്നറിയാമോ, നമുക്ക് നെഗറ്റീവായിട്ട് നമ്മുടെ നേരെ പലതും പ്രതികൂലമായിട്ട് കടന്നു വരുമ്പം നമ്മളെ നിലനിർത്തുന്നത് ഇതാണ്. ഞാൻ എന്തിനിത് ചെയ്യുന്നു? ആൾക്കാരുടെ അപ്രിസിയേഷൻ ഏറ്റുവാങ്ങാൻ വേണ്ടിയാണോ, അതോ എൻ്റെ അപ്പൻ എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ഞാൻ ചെയ്യുവാണോ? കർത്താവായ യേശുവിനെ തള്ളി, കർത്താവായ യേശു ക്രിസ്തുവിന് പ്രാന്താന്ന് പറഞ്ഞു, അല്ലേ? സ്വന്തം കൂടെ നടന്ന ആൾക്കാരാണ് പറഞ്ഞത്. അതായത് അവനെ വട്ടുപിടിച്ചു, നിനക്ക് പ്രസിദ്ധനാകാനാണെങ്കിൽ ഇവിടെ കിടന്ന് ചെയ്യണം, നീ യെരൂശലേമിൽ പോയി അവിടെ നിന്ന് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞു. കർത്താവിന് പ്രാന്ത് പിടിച്ചെന്ന് എന്നെ പിടിച്ചോണ്ട് പോകാനായിട്ട് അവൻ്റെ വീട്ടുകാർ വന്നു. നമ്മളൊക്കെ ആണെങ്കിലുണ്ടല്ലോ, മതി, നിർത്തി, ഇനി പരിപാടിക്കില്ല, പിന്നെ ഒറ്റൊരുത്തർക്കും വേണ്ട.
പിന്നെ ആരും അംഗീകരിക്കുന്നുമില്ല, ആർക്കും വേണ്ട താനെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴേ നമുക്ക് പോകാമല്ലേ. പക്ഷേ കർത്താവ് യേശു എന്നെ അറിയാവുന്നൊരു കാര്യം, അതായത് എൻ്റെ പിതാവ് തൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ എന്നെ അയച്ചതിൻ്റെ പുറകിലൊരു ഉദ്ദേശമുണ്ട്, അത് നിവർത്തിക്കുക. എൻ്റെ പ്രതിഫലം ഇവിടെ നിന്നല്ല, എൻ്റെ പ്രതിഫലം അവിടെ നിന്നാണ്, അല്ലേ? ആ ഒരിത് ബോധ്യമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പൗലോസ് തിമോഥെയോസിന് ഈ ഉപദേശങ്ങളെല്ലാം എഴുതുന്നത്. നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാലുളവാകുന്ന സ്നേഹം തന്നെ. ആ സ്നേഹത്തിൽ വേരൂന്നി എല്ലാം ചെയ്യുവാനെന്ന് പറയത്തില്ലേ, എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന നന്മകളെ പൊഴിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം മറ്റുള്ളവർക്ക്. കാരണം ദൈവം അതിനുവേണ്ടിയാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ആ രീതി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മിനിസ്റ്റേഴ്സാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കെല്ലാവരും ജഡത്തിൽ നോക്കിയാൽ നമ്മൾ പെർഫെക്റ്റ് ആൾക്കാരല്ല. നമുക്കൊരുപാട് ബലഹീനതകളുണ്ട്, നമുക്കൊരുപാട് കുറവുകളുണ്ട്, നമുക്കൊരുപാട് കുഴപ്പങ്ങളുണ്ട്. ഈ കുഴപ്പങ്ങളെല്ലാം തീർത്തേച്ച് കർത്താവിൻ്റെ വേല ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പണ്ട് പുള്ളി പറഞ്ഞ പോലെ മൂത്ത് നിറച്ച് കുഴി പോകത്തേ ഉള്ളൂ, അല്ലാതെ ഒരു പണിയും ചെയ്യാനായിട്ട് നടക്കത്തില്ല. നമ്മളപ്പോൾ എന്തോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനെ വെളിപ്പെടുത്തുന്നവരായിട്ട് തീരും. നമ്മൾ സ്വയത്തിൽ പെർഫെക്റ്റ് ആകാൻ പറ്റുകയില്ല നമുക്ക്, അത് നമ്മൾ മനസ്സിലാക്കണം. എന്തെങ്കിലും നന്മ നമ്മളിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ നന്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പറയുന്നു, എനിക്ക് നിങ്ങളെക്കാട്ടിൽ കൂടുതൽ പുകഴാനോ നിങ്ങൾക്ക് എന്നെക്കാട്ടിൽ കൂടുതൽ പുകഴാനോ ഒന്നുമില്ല. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. കാരണം ദൈവം ഉള്ളത് കൊണ്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. ശരിയല്ലേ? ദൈവത്തിൻ്റെ നന്മയെ പുറത്തേക്ക് വരുന്നുള്ളൂ. കാരണം ദൈവവചനം തന്നെ പറയുന്നുണ്ട്, നമ്മുടെ നീതി പ്രവൃത്തികൾ എങ്ങനെ ഇരിക്കുന്നത്? കറപുരണ്ട തുണി പോലെ. സദസ്യവാക്യങ്ങളിനകത്താണെന്ന് തോന്നുന്നു ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എല്ലാ നല്ല പ്രവൃത്തികളും, അതായത് ജഡത്തിൽ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളും ഒരുവനോടുള്ള അസൂയയിൽ നിന്നുളവാകുന്നു. നമ്മുടെ ജഡത്തിൽ ചെയ്യുന്ന നല്ല പ്രവൃത്തികളുണ്ടല്ലോ, എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിന് അപ്രിസിയേഷൻ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ആരും മൈൻഡ് ചെയ്യുന്നില്ല. പണ്ട് നമ്മുടെ കർത്താവിൻ്റെ ജോമോനുണ്ടല്ലോ, പണ്ട് ഇവിടെ വെച്ച് ഒരു പ്രാവശ്യം എന്നോട് ഇങ്ങനെ പറയായിരുന്നു, അവനിവിടെ പുല്ല് വെട്ടുകയും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ വെച്ച് പറയായിരുന്നു. എപ്പോഴും പറയും, പക്ഷേ ഞാനൊരു കാര്യം ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി എല്ലാം എൻ്റെ സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ടെന്ന്. അപ്പോൾ ഞാനൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡാണോ? അത് നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ചെയ്യുന്നത് ആര് കാണുന്നുണ്ട്? എൻ്റെ സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. പ്രതിഫലം ആര് തരും? എൻ്റെ ദൈവം തരും. ഇവിടെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും. ഇത് നമ്മൾ ഡെയിലി നമ്മളെ ഉറപ്പിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? നമുക്കെപ്പോഴും നമ്മുടെ കുഴപ്പത്തെക്കുറിച്ച് ബൈബിളിനകത്ത് പറയുന്നുണ്ട്, തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള മനുഷ്യരെന്നാണ് നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ചെയ്ത് പോകാൻ വളരെ എളുപ്പമാണ് നമുക്ക്. അതുകൊണ്ടാണ് ഈ ചന്ദ്രനിലേക്ക് റോക്കറ്റ് പണ്ട് വിട്ടതിന് സംഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഒരു 5000 മൈൽ റേഡിയസിനകത്തിറങ്ങാൻ വേണ്ടിയാണ് ഇവർ ഇവിടുന്ന് പുറപ്പെട്ട് കുറേ മുന്നോട്ട് പോയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് 5000 പോയിട്ട് ഈ ചന്ദ്രനിൽ പോലും എത്തത്തില്ല എന്ന്. കാരണം ഡയറക്ഷൻ മാറിപ്പോയി. ഒരു കോഴ്സ് കറക്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഓരോ 5 മിനിറ്റിലോ 2 മിനിറ്റിലോ ഇവർ കോഴ്സ് കറക്ഷൻ ചെയ്താണ് ഫൈനലി ആ റേഡിയസിനകത്തിൻ്റെ ഒരു കോണിൽ എവിടെയോ ചെന്ന് ഇറങ്ങിയത്. പറഞ്ഞു തന്നതിൻ്റെ താല്പര്യം എന്ന് അറിയാം, നമ്മളെല്ലാം ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന ആൾക്കാരാണ്. ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിൻ്റെ വചനത്താൽ അങ്ങനെ തന്നെയോ എന്ന് കോഴ്സ് കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും ചെന്നെത്തുന്നത്. സ്തോത്രം. ഞാൻ ഇന്ന് ചില കാര്യങ്ങൾ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തു. അത് ഓർക്കുക, ധ്യാനിക്കുക, ചിന്തിക്കുക. കർത്താവ് നമ്മളെല്ലാവരെയും വിളിച്ചത് ഒരു വേലയ്ക്കായിട്ടാണ്, വിളിച്ച് വേർതിരിച്ചതാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവ് യേശുവിനെ വെളിപ്പെടുത്താൻ. അതിന് വലിയൊരു കർത്താവിൻ്റെ വേലക്കാരനൊന്നും ആവണമെന്നില്ല. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ചെറിയ കാര്യങ്ങളിൽ കൂടെ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കും. ആമേൻ. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്.